വചനവഴിയിലേക്ക് സ്വാഗതം. നമ്മൾ വായിച്ച വിശുദ്ധ ലൂക്കായുടെ സുവിശേഷം 23-24 അധ്യായങ്ങളിലേക്ക് കടന്നു ചെല്ലാം. ചോദ്യം 1. ഈശോയ്ക്കെതിരെ ജനങ്ങൾ ചുമത്തിയ കുറ്റങ്ങൾ ഏതെല്ലാം? നികുതി നിരോധിച്ചു, താൻ രാജാവായ ക്രിസ്തുവാണെന്ന് അവകാശപ്പെട്ടു. ചോദ്യം 2. നീ യഹൂദരുടെ രാജാവാണോ എന്ന് ഈശോയോട് ചോദിച്ചത് ആര്? പീലാത്തോസ്. ചോദ്യം 3. നീ യഹൂദരുടെ രാജാവാണോ എന്ന പീലാത്തോസിന്റെ ചോദ്യത്തിന് ഈശോ നൽകിയ മറുപടി എന്ത്? നീ തന്നെ പറയുന്നുവല്ലോ. ചോദ്യം 4. ഞാൻ ഈ മനുഷ്യനിൽ ഒരു കുറ്റവും കാണുന്നില്ല എന്ന് പീലാത്തോസ് ഈശോയെ കുറിച്ച് പറഞ്ഞത് ആരോട്? പുരോഹിത പ്രമുഖന്മാരോടും ജനക്കൂട്ടത്തോടും. ചോദ്യം 5. ഈശോ എവിടെയെല്ലാം പഠിപ്പിച്ചുകൊണ്ട് ജനങ്ങളെ ഇളക്കി വിടുമെന്നാണ് പുരോഹിത പ്രമുഖന്മാരും ജനങ്ങളും ആരോപിച്ചത്? ഗലീലയിലും യൂദയായിലെങ്ങും. ചോദ്യം 6. പീലാത്തോസ് ഈശോയെ ആരുടെ അടുത്തേക്കാണ് അയച്ചത്? ഹെറോദസിന്റെ. ചോദ്യം 7. യേശുവിനെ പറ്റി കേട്ടിരുന്നത് കൊണ്ട് അവനെ കാണാൻ ആഗ്രഹിച്ചതും അവൻ ചെയ്യുന്ന ഒരത്ഭുതമെങ്കിലും കാണാൻ ആഗ്രഹിച്ചിരുന്നതും ആര്? ഹെറോദസ്. ചോദ്യം 8. അന്നു മുതൽ അവർ പരസ്പരം സ്നേഹിതന്മാർ ആയി എന്ന് ആരെ കുറിച്ചാണ് ലൂക്കായുടെ സുവിശേഷം 23:12 പറയുന്നത്? ഹെറോദസും പീലാത്തോസും. ചോദ്യം 9. എന്തു പറഞ്ഞാണ് പുരോഹിത പ്രമുഖന്മാരും നേതാക്കന്മാരും ജനവും ഈശോയെ പീലാത്തോസിന്റെ മുൻപിൽ കൊണ്ടുവന്നത്? ജനത്തെ വഴിപിഴപ്പിക്കുന്നു. ചോദ്യം 10. നിങ്ങൾ ആരോപിക്കുന്ന കുറ്റങ്ങളിൽ ഒന്നുപോലും ഞാൻ ഇവനിൽ കണ്ടില്ല. ആര് പറഞ്ഞു? പീലാത്തോസ്. ചോദ്യം 11. പീലാത്തോസിന്റെ അടുത്തേക്ക് ഈശോയെ തിരിച്ചയച്ചത് ആര്? ഹെറോദസ്. ചോദ്യം 12. മരണശിക്ഷ അർഹിക്കുന്ന ഒരു കുറ്റവും ഈശോയിൽ കാണാത്തതിനാൽ എന്ത് ശിക്ഷ നൽകി ഈശോയെ വിട്ടയക്കും എന്നായിരുന്നു പീലാത്തോസ് തീരുമാനിച്ചത്? ചമ്മട്ടി കൊണ്ട് അടുപ്പിക്കുക. ചോദ്യം 13. ആരെ ഞങ്ങൾക്ക് വിട്ടുതരിക എന്നാണ് പുരോഹിതന്മാരും നേതാക്കളും ജനങ്ങളും ആക്രോശിച്ചത്? ബറാബാസിനെ. ചോദ്യം 14. ഏതെല്ലാം കുറ്റകൃത്യത്തിനാണ് ബറാബാസ് കാരാഗൃഹത്തിൽ അടയ്ക്കപ്പെട്ടത്? പട്ടണത്തിലെ കലാപത്തിനും കൊലപാതകത്തിനും. ചോദ്യം 15. ജനക്കൂട്ടം ഈശോയ്ക്കെതിരെ വിളിച്ചു പറഞ്ഞു കൊണ്ടിരുന്നത് എന്ത്? അവനെ ക്രൂശിക്കുക. ചോദ്യം 16. അവൻ എന്ത് തിന്മ പ്രവർത്തിച്ചു? വധശിക്ഷ അർഹിക്കുന്ന ഒരു കുറ്റവും കാണുന്നില്ല എന്ന് എത്ര പ്രാവശ്യമാണ് പീലാത്തോസ് ചോദിച്ചത്? 3 പ്രാവശ്യം. ചോദ്യം 17. കുരിശ് ചുമലിൽ വെച്ച് ഈശോയുടെ പുറകെ ചുമന്നുകൊണ്ടുവരാൻ അവർ നിർബന്ധിച്ചത് ആരെ? കിറേനക്കാരൻ ശിമയോനെ. ചോദ്യം 18. ഈശോ കുരിശ് ചുമന്നപ്പോൾ സഹായിച്ച ശിമയോന്റെ സ്വദേശം? കിറേനെ. ചോദ്യം 19. അവർ കൊണ്ടുപോകുമ്പോൾ ഈശോയുടെ പിന്നാലെ പോയത് ആരെല്ലാം? ജനക്കൂട്ടവും സ്ത്രീ സമൂഹവും. ചോദ്യം 20. കരയുകയും മുറവിളി കൂട്ടുകയും ചെയ്ത് ഈശോയുടെ പിന്നാലെ പോയത് ആര്? സ്ത്രീ സമൂഹം. ചോദ്യം 21. ജെറുസലേം പുത്രിമാരോട് ആരെ പ്രതി കരയാനാണ് ഈശോ ആവശ്യപ്പെട്ടത്? അവരെയും അവരുടെ മക്കളെയും പ്രതി. ചോദ്യം 22.
കുറ്റവാളികളായ എത്ര പേരോടു കൂടെയാണ് ഈശോയെ വധിക്കാൻ കൊണ്ടുപോയത്? 2. ചോദ്യം 23. പച്ചത്തടിയോട് അവർ ഇങ്ങനെയാണ് ചെയ്യുന്നതെങ്കിൽ ഉണങ്ങിയതിന് എന്ത് സംഭവിക്കും? ആര് ആരോട് പറഞ്ഞു? ഈശോ സ്ത്രീ സമൂഹത്തോട്. ചോദ്യം 24. ഈശോയെ കുരിശിൽ തറച്ച സ്ഥലം എങ്ങനെയാണ് വിളിക്കപ്പെട്ടിരുന്നത്? തലയോട്. ചോദ്യം 25. ഈശോയുടെ കല്ലറയിൽ ലേപനവും സുഗന്ധദ്രവ്യങ്ങളും തയ്യാറാക്കിയത് ആര്? ഗലീലയിൽ നിന്ന് യേശുവിനെ അനുഗമിച്ച സ്ത്രീകൾ. ചോദ്യം 26. അവർ എന്തിനാണ് കുറി ഇട്ടത്? ഈശോയുടെ വസ്ത്രങ്ങൾ ഭാഗിച്ചെടുക്കാൻ. ചോദ്യം 27. കുരിശിൽ തറയ്ക്കപ്പെട്ട ഈശോയ്ക്ക് അടുത്തു വന്ന് വിനാഗിരി കൊടുത്തത് ആര്? പടയാളികൾ. ചോദ്യം 28. ഈശോയുടെ തലയ്ക്കു മീതെ ഉണ്ടായിരുന്ന ലിഖിതം എന്തായിരുന്നു? ഇവൻ യഹൂദരുടെ രാജാവ്. ചോദ്യം 29. ഇവൻ യഹൂദരുടെ രാജാവ് എന്ന ലിഖിതം എവിടെയാണ് ഉണ്ടായിരുന്നത്? അവന്റെ തലയ്ക്കു മീതെ. ചോദ്യം 30. കുരിശിൽ തറയ്ക്കപ്പെട്ടിരുന്ന കുറ്റവാളികളിൽ ഒരുവൻ ഈശോയെ ദുഷിച്ച് അഭിസംബോധന ചെയ്തത് എങ്ങനെ? നീ ക്രിസ്തുവല്ലേ? ചോദ്യം 31. നീ ക്രിസ്തുവല്ലേ, ഞങ്ങളെയും രക്ഷിക്കുക എന്ന ദുഷിച്ചു പറഞ്ഞത് ആര്? കുറ്റവാളികളിൽ ഒരുവൻ. ചോദ്യം 32. ഏത് മണിക്കൂർ വരെയാണ് ഭൂമി മുഴുവൻ അന്ധകാരം വ്യാപിച്ചത്? 9-ാം മണിക്കൂർ. ചോദ്യം 33. വിശുദ്ധ ലൂക്കായുടെ സുവിശേഷം 23-ാം അധ്യായം 45-ാം വാക്യമനുസരിച്ച് നടുവെ കീറിപ്പോയത് എന്ത്? ദേവാലയത്തിലെ തിരശ്ശീല. ചോദ്യം 34. ഈശോ മരണമടഞ്ഞു എന്ന് സൂചിപ്പിക്കാൻ ലൂക്കായുടെ സുവിശേഷം 23:46 ഉപയോഗിച്ചിരിക്കുന്ന പദം ഏത്? ജീവൻ വെടിഞ്ഞു. ചോദ്യം 35. ഇതെല്ലാം കണ്ടുകൊണ്ടിരുന്ന ശതാധിപൻ എന്ത് ചെയ്തുകൊണ്ടാണ് ഈ മനുഷ്യൻ നീതിമാൻ ആണെന്ന് പറഞ്ഞത്? ദൈവത്തെ സ്തുതിച്ചുകൊണ്ട്. ചോദ്യം 36. ഈ മനുഷ്യൻ തീർച്ചയായും നീതിമാനാണ് എന്ന് ഈശോയെ കുറിച്ച് പറഞ്ഞത് ആര്? ശതാധിപൻ. ചോദ്യം 37. കാഴ്ചയെല്ലാം കണ്ട് മാറത്തടിച്ചുകൊണ്ട് തിരിച്ചു പോയത് ആര്? ജനക്കൂട്ടം. ചോദ്യം 38. ഏതു വിഭാഗത്തിന്റെ പട്ടണമാണ് അരിമത്തിയ? യഹൂദരുടെ. ചോദ്യം 39. അവൻ ദേവരാജ്യം പ്രതീക്ഷിച്ചിരിക്കുകയായിരുന്നുവെന്ന് ലൂക്കായുടെ സുവിശേഷം 23:51 പറയുന്നത് ആരെ കുറിച്ചാണ്? അരിമത്യാക്കാരൻ ജോസഫ്. ചോദ്യം 40. അരിമത്യാക്കാരൻ ജോസഫ് ആരുടെ അടുത്താണ് ഈശോയുടെ ശരീരം ചോദിച്ചത്? പീലാത്തോസ്. ചോദ്യം 41. ഈശോയുടെ ശരീരം താഴെ ഇറക്കി തുണിയിൽ പൊതിഞ്ഞ് കല്ലറയിൽ വച്ചത് ആര്? അരിമത്യാക്കാരൻ ജോസഫ്. ചോദ്യം 42. യേശുവിനെ സംസ്കരിച്ച ദിവസത്തിന്റെ പ്രത്യേകതകൾ എന്തെല്ലാം? ഒരുക്കത്തിന്റെ ദിവസം, സാപത്തിന്റെ ആരംഭം. ചോദ്യം 43. ആരാണ് അരിമത്യാക്കാരൻ ജോസഫിന്റെ കൂടെ പോയി യേശുവിന്റെ കല്ലറ കണ്ടത്? ഗലീലയിൽ നിന്നുള്ള സ്ത്രീകൾ. ചോദ്യം 44. ഈശോയുടെ കല്ലറയിൽ ലേപനവും സുഗന്ധദ്രവ്യങ്ങളും തയ്യാറാക്കിയത് ആര്? ഗലീലയിൽ നിന്ന് യേശുവിനെ അനുഗമിച്ച സ്ത്രീകൾ. വിശുദ്ധ ലൂക്കായുടെ സുവിശേഷം 24-ാം അധ്യായം
ചോദ്യം 1. തയ്യാറാക്കി വെച്ചിരുന്ന എന്തുമായിട്ടാണ് അവർ ആഴ്ചയുടെ ആദ്യ ദിവസം കല്ലറയുടെ അടുത്തേക്ക് പോയത്? സുഗന്ധദ്രവ്യങ്ങളുമായി. ചോദ്യം 2. എന്നാണ് സുഗന്ധദ്രവ്യങ്ങളുമായി അവർ കല്ലറയുടെ അടുത്തേക്ക് പോയത്? ആഴ്ചയുടെ ആദ്യ ദിവസം. ചോദ്യം 3. ആഴ്ചയുടെ ആദ്യ ദിവസം എപ്പോഴാണ് കല്ലറയുടെ അടുത്തേക്ക് പോയത്? അതിരാവിലെ. ചോദ്യം 4. ആഴ്ചയുടെ ആദ്യ ദിവസം അതിരാവിലെ അവർ എങ്ങോട്ടാണ് പോയത്? കല്ലറയുടെ അടുത്തേക്ക്. ചോദ്യം 5. കല്ലറയുടെ അടുത്തെത്തിയപ്പോൾ അവർ എന്താണ് കണ്ടത്? കല്ല് ഉരുട്ടി മാറ്റിയിരിക്കുന്നത്. ചോദ്യം 6. എത്ര പേർ അവർക്ക് കല്ലറയിൽ പ്രത്യക്ഷപ്പെട്ടു? 2. ചോദ്യം 7. 2 പേർ എങ്ങനെയാണ് അവർക്ക് പ്രത്യക്ഷപ്പെട്ടത്? തിളങ്ങുന്ന വസ്ത്രങ്ങൾ ധരിച്ച്. ചോദ്യം 8. 2 പേർ പ്രത്യക്ഷപ്പെട്ടപ്പോൾ അവർ എന്താണ് ചെയ്തത്? ഭയപ്പെട്ട് മുഖം കുനിച്ചു. ചോദ്യം 9. എന്തുകൊണ്ടാണ് അവർ മുഖം കുനിച്ചത്? ഭയപ്പെട്ടതുകൊണ്ട്. ചോദ്യം 10. മനുഷ്യപുത്രൻ ആരുടെ കയ്യിലാണ് ഏൽപ്പിക്കപ്പെടുക? പാപികളുടെ കയ്യിൽ. ചോദ്യം 11. എത്രാം ദിവസമാണ് ഉയർപ്പിക്കപ്പെടുക? 3. ചോദ്യം 12. 3-ാം ദിവസം ഉയർത്തെഴുന്നേൽക്കുകയും ചെയ്യേണ്ടിയിരിക്കുന്നുവെന്ന് യേശു എവിടെയായിരുന്നപ്പോഴാണ് അവരോട് പറഞ്ഞത്? ഗലീലയിൽ. ചോദ്യം 13. എവിടെ നിന്ന് തിരിച്ചു വന്നപ്പോഴാണ് അവർ ഇതെല്ലാം മറ്റുള്ളവരെ അറിയിച്ചത്? കല്ലറയിൽ നിന്ന്. ചോദ്യം 14. കല്ലറയിൽ നിന്ന് തിരിച്ചു വന്ന് ആരെയൊക്കെയാണ് അറിയിച്ചത്? 11 പേരെയും മറ്റെല്ലാവരെയും. ചോദ്യം 15. അപ്പസ്തോലന്മാരോട് ഇക്കാര്യങ്ങൾ പറഞ്ഞത് ആരൊക്കെ? മഗ്ദലന മറിയവും യോഹന്നായും യാക്കോബിന്റെ അമ്മയായ മറിയവും അവരോട് കൂടെ ഉണ്ടായിരുന്ന മറ്റ് സ്ത്രീകളും. ചോദ്യം 16. അപ്പസ്തോലന്മാർക്ക് ഇക്കാര്യങ്ങൾ എന്തായിട്ടാണ് തോന്നിയത്? കെട്ടുകഥ പോലെ. ചോദ്യം 17. ആരാണ് ഓടി കല്ലറയിലേക്ക് പോയത്? പത്രോസ്. ചോദ്യം 18. പത്രോസ് കുനിഞ്ഞ് അകത്തു നോക്കിയപ്പോൾ എന്താണ് കണ്ടത്? യേശുവിനെ പൊതിഞ്ഞിരുന്ന തുണികൾ തനിയെ കിടക്കുന്നത് കണ്ടു. ചോദ്യം 19. ജെറുസലേമിൽ നിന്ന് എമ്മാവൂസിലേക്കുള്ള ദൂരം 60 സ്താദിയോൺ. ചോദ്യം 20. അവർ സംസാരിച്ചു കൊണ്ടിരുന്നപ്പോൾ ആരാണ് അവരോടൊപ്പം യാത്ര ചെയ്തത്? യേശു. ചോദ്യം 21. എന്തിനെ കുറിച്ചാണ് നിങ്ങൾ സംസാരിക്കുന്നത് എന്ന് ചോദിച്ചപ്പോൾ അവർ എന്താണ് ചെയ്തത്? അവർ മ്ലാനവദനരായി നിന്നു. ചോദ്യം 22. എമ്മാവൂസിലേക്ക് പോയ 2 ശിഷ്യന്മാരിൽ ഒരാളുടെ പേര് എന്തായിരുന്നു? ക്ലെയോപ്പാസ്. ചോദ്യം 23. ക്ലെയോപ്പാസ് എന്താണ് യേശുവിനോട് ചോദിച്ചത്? ഈ ദിവസങ്ങളിൽ ജെറുസലേമിൽ നടന്ന സംഭവമൊന്നും അറിയാത്ത അപരിചിതനാണോ നീ? ചോദ്യം 24. ആരാണ് യേശുവിനെ മരണവിധിക്ക് ഏൽപ്പിച്ചു കൊടുക്കുകയും ക്രൂശിക്കുകയും ചെയ്തത്? പുരോഹിത പ്രമുഖന്മാരും നേതാക്കളും. ചോദ്യം 25. ഇന്ന് രാവിലെ അവർ കല്ലറയിങ്കൽ പോയിരുന്നു. ആര്? സ്ത്രീകൾ. ചോദ്യം 26. സ്ത്രീകൾ തിരിച്ചു വന്ന് തങ്ങൾക്ക് ആരുടെ ദർശനം ഉണ്ടായി എന്നാണ് പറഞ്ഞത്? ദൂതന്മാരുടെ. ചോദ്യം 27. സ്ത്രീകൾ തിരിച്ചു വന്ന് എന്താണ് പറഞ്ഞത്? തങ്ങൾക്ക് ദൂതന്മാരുടെ ദർശനമുണ്ടായെന്നും അവർ ജീവിച്ചിരിക്കുന്നുവെന്ന് അറിയിച്ചുവെന്നും. ചോദ്യം 28. എമ്മാവൂസിലെ ശിഷ്യന്മാരെ യേശു എന്താണ് വിളിച്ചത്? ഭോഷന്മാരെ.
ചോദ്യം 29. ക്രിസ്തു ഇതെല്ലാം സഹിച്ച് എവിടേക്കാണ് പ്രവേശിക്കേണ്ടിയിരുന്നത്? മഹത്വത്തിലേക്ക്. ചോദ്യം 30. അവർ എത്തേണ്ടിയിരുന്ന ഗ്രാമത്തോടടുത്തപ്പോൾ യേശു എന്താണ് ചെയ്തത്? യാത്ര തുടരുകയാണെന്ന് ഭാവിച്ചു. ചോദ്യം 31. എമ്മാവൂസിലെ ശിഷ്യന്മാർ യേശുവിനെ എന്താണ് നിർബന്ധിച്ചത്? ഞങ്ങളോട് കൂടെ താമസിക്കുക. ചോദ്യം 32. അവരോടൊപ്പം ഭക്ഷണത്തിനിരുന്നപ്പോൾ യേശു എന്താണ് ചെയ്തത്? അപ്പമെടുത്ത് ആശീർവദിച്ച് മുറിച്ച് അവർക്ക് കൊടുത്തു. ചോദ്യം 33. അപ്പം ഭക്ഷിച്ചു കഴിഞ്ഞപ്പോൾ എന്താണ് സംഭവിച്ചത്? അവരുടെ കണ്ണ് തുറക്കപ്പെട്ടു. ചോദ്യം 34. എമ്മാവൂസിലെ ശിഷ്യന്മാർ എഴുന്നേറ്റ് എങ്ങോട്ടാണ് തിരിച്ചു പോയത്? ജെറുസലേം. ചോദ്യം 35. കർത്താവ് സത്യമായും ഉയർത്തെഴുന്നേറ്റ് ആർക്ക് പ്രത്യക്ഷപ്പെട്ടു എന്ന് അവർ പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു. ശിമയോന്. ചോദ്യം 36. എപ്പോൾ തങ്ങൾ അവനെ തിരിച്ചറിഞ്ഞു എന്നാണ് ശിഷ്യന്മാർ പറഞ്ഞത്? അപ്പം മുറിക്കുമ്പോൾ. ചോദ്യം 37. യേശു പ്രത്യക്ഷപ്പെട്ട് എന്താണ് പറഞ്ഞത്? നിങ്ങൾക്ക് സമാധാനം. ചോദ്യം 38. എന്ത് കണ്ട് ഇത് ഞാൻ തന്നെയാണോ എന്ന് നോക്കാനാണ് യേശു പറഞ്ഞത്? എന്റെ കൈകളും കാലുകളും കണ്ട്. ചോദ്യം 39. യേശുവിനെ കണ്ടപ്പോൾ ശിഷ്യന്മാർ സന്തോഷാധിക്യത്താൽ എന്താണ് ചെയ്തത്? അവിശ്വസിക്കുകയും അത്ഭുതപ്പെടുകയും ചെയ്തു. ചോദ്യം 40. എന്താണ് ഈശോയ്ക്ക് ഭക്ഷിക്കാൻ അവർ കൊടുത്തത്? ഒരു കഷ്ണം വറുത്ത മീൻ. ചോദ്യം 41. എവിടെയെല്ലാം എഴുതപ്പെട്ടിരിക്കുന്നത് പൂർത്തിയാകേണ്ടിയിരിക്കുന്നു എന്നാണ് യേശു പറഞ്ഞത്? മോശയുടെ നിയമത്തിലും പ്രവാചകന്മാരിലും സങ്കീർത്തനങ്ങളിലും. ചോദ്യം 42. പാപമോചനത്തിനുള്ള അനുതാപം എവിടെ നിന്നാണ് ആരംഭിക്കുന്നത്? ജെറുസലേം. ചോദ്യം 43. എവിടെ നിന്ന് ശക്തി ധരിക്കുന്നതുവരെ നഗരത്തിൽ തന്നെ വസിക്കുവാനാണ് ഈശോ പറഞ്ഞത്? ഉന്നതത്തിൽ നിന്ന്. ചോദ്യം 44. യേശു ശിഷ്യന്മാരെ സ്വർഗാരോഹണത്തിന് എവിടേക്കാണ് കൂട്ടിക്കൊണ്ടുപോയത്? ബഥാനിയ വരെ. ചോദ്യം 45. യേശു സ്വർഗാരോഹണം ചെയ്തപ്പോൾ ശിഷ്യന്മാർ എന്തു ചെയ്തു? അവർ അവനെ ആരാധിച്ചു. ചോദ്യം 46. സ്വർഗാരോഹണത്തിന് ശേഷം ശിഷ്യന്മാർ എങ്ങോട്ടാണ് പോയത്? ജെറുസലേമിലേക്ക്.